എല്ലാ ജീവജാലങ്ങളും പദാർത്ഥത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും. ആഹാരം ഉണ്ടാകുന്നത് മേഘത്തിൽ നിന്നാണ്. മേഘം യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞം കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. കർമ്മം പ്രപഞ്ച മനസ്സായി വർത്തിക്കുന്ന ക്ഷരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. ക്ഷരബ്രഹ്മമാകട്ടെ പരമകാരണമായി വർത്തിക്കുന്ന കൂടസ്ഥ ബ്രഹ്മത്തിൽ നിന്നും സംഭവിച്ചതാണ്. ഇങ്ങനെ കർമ്മചലനങ്ങൾക്കെല്ലാം കാരണം, പരമമായ കാരണം എന്ന് പറയുന്നത് കൂടസ്ഥമായ അക്ഷരബ്രഹ്മമായതുകൊണ്ട് സർവവ്യാപിയും നിത്യവുമായ ബ്രഹ്മം യജ്ഞരൂപമായ കർമ്മത്തിൽ അധിഷ്ഠാനമായി വർത്തിക്കുന്നു എന്നറിയേണ്ടതാണ്. ഇവിടെ കൃഷ്ണൻ വൈദിക ആചാരങ്ങൾ അനുഷ്ഠിക്കാനാണ് പറയുന്നത് എന്ന് കരുതരുത്. ഭഗവത്ഗീത സർവോപനിഷത്ത് സാരസംഗ്രഹമാണ്. വേദാന്ത സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. വേദാന്തത്തിൽ കർമ്മകാണ്ഡ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വൈദികമായ ആചാരങ്ങൾ ഒന്നും തന്നെയില്ല. ഗീതയിലുടനീളം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ശ്ലോകത്തിലും വൈദിക കാലത്തെ പരിചിത പദങ്ങൾ പുതിയ ഭാവത്തിലും രൂപത്തിലും പ്രയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. യജ്ഞാനുഷ്ഠാനത്തിലൂടെ മഴയെ ആവാഹിക്കുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. വൈദികമായ യജ്ഞം നടത്തപ്പെടുന്നിടത്ത് എത്ര വേനൽക്കാലമായാലും ആ പ്രദേശത്ത് ഏതാനും മഴത്തുള്ളികൾ വീഴുക എന്നുള്ളത് സംഭവിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വൈദിക കർമാനുഷ്ഠാനങ്ങളല്ല, പരമസത്യം സൂര്യതുല്യം കാട്ടിത്തരുന്ന കാര്യകാരണ പരമ്പരയാണ് ഭഗവാൻ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്.